നമസ്കാരം. ഷക്കേരി അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ് ജോസഫ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. ഇറാനിയൻ ഭീകര ഭരണകൂടത്തെ സൈനികമായും സാമ്പത്തികമായും പൂർണ്ണമായും നശിപ്പിക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഭരണകൂടം 47 വർഷമായി ലോകമെമ്പാടുമുള്ള നിരപരാധികളെ കൊന്നൊടുക്കി. ഇപ്പോൾ അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റ് എന്ന നിലയിൽ താൻ അവരെ ഉന്മൂലനം ചെയ്യുകയാണെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുന്നറിയിപ്പുമായി ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനിയൻ ഭീകര ഭരണകൂടത്തെ സൈനികമായും സാമ്പത്തികമായും അമേരിക്ക പൂർണ്ണമായും നശിപ്പിക്കുകയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാന്റെ നാവികസേനയും വ്യോമസേനയും മിസൈലുകളും ഡ്രോണുകളും എല്ലാം ഇല്ലാതായി. അവരുടെ നേതാക്കൾ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. അമേരിക്കയ്ക്ക് ധാരാളം പ്രതിരോധ സംവിധാനങ്ങളും വെടിക്കോപ്പുകളും ധാരാളം സമയവുമുണ്ട്. ഇറാൻ ഭരണകൂടം 47 വർഷമായി ലോകമെമ്പാടുമുള്ള നിരപരാധികളെ കൊന്നൊടുക്കി. ഇപ്പോൾ അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റ് എന്ന നിലയിൽ താൻ അവരെ ഉന്മൂലനം ചെയ്യുകയാണെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുന്നറിയിപ്പുമായി ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി ചുമതലയേറ്റ മൊജ്തബ ഖമേനി രംഗത്തെത്തിയിരുന്നു. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് തുടരും. മേഖലയിലെ എല്ലാ US സൈനിക താവളങ്ങളും പൂട്ടണം, അല്ലെങ്കിൽ അവയ്ക്ക് നേരെയുള്ള ആക്രമണം തുടരുമെന്നും മൊജ്തബ മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണത്തിൽ ഇറാനിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്നും മൊജ്തബ വ്യക്തമാക്കി. പരമോന്നത നേതാവായി അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ സന്ദേശത്തിലാണ് മൊജ്തബ ഇക്കാര്യം വ്യക്തമാക്കിയത്. അമേരിക്കയുടെയോ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇറാന്റെ എണ്ണവാതക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ പശ്ചിമേഷ്യയിലെ മുഴുവൻ എണ്ണപ്പാടങ്ങൾക്കും തീയിടുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഭീഷണി. ആക്രമണമുണ്ടായാൽ അതിശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ മറ്റൊരു സൈനിക വിഭാഗമായ ഖാതം അൽ അൻബിയയും ഭീഷണി മുഴക്കി. അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ഭാഗത്തുനിന്ന് ഇറാന്റെ എണ്ണവാതക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ പശ്ചിമേഷ്യയിലെ മുഴുവൻ എണ്ണപ്പാടങ്ങൾക്കും തീയിടുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഭീഷണി നടത്തിയിരിക്കുന്നത്. അതേസമയം ഇറാന്റെ ഇന്ധന കേന്ദ്രങ്ങൾക്കോ തുറമുഖങ്ങൾക്കോ നേരെ ചെറിയ തോതിലുള്ള ആക്രമണം ഉണ്ടായാൽ പോലും അതിശക്തമായി തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ മറ്റൊരു സൈനിക വിഭാഗം ഖാതം അൽ അൻബിയും ഭീഷണിപ്പെടുത്തിയത്. തിരിച്ചടി ഇറാന്റെ അതിർത്തിക്കുള്ളിൽ മാത്രം ഒതുങ്ങില്ലെന്നും അൻബിയ വക്താവ് വ്യക്തമാക്കി. അമേരിക്കയ്ക്കും അവരുടെ പാശ്ചാത്യ സഖ്യകക്ഷികൾക്കും താൽപര്യമുള്ള മേഖലയിലെ എല്ലാ എണ്ണവാതക കേന്ദ്രങ്ങളും അഗ്നിക്കിരയാക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി സന്ദേശത്തിൽ പറയുന്നത്. ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധം 2 ആഴ്ച പിന്നിടുമ്പോൾ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുമെന്ന ആശങ്ക ശരിവെക്കുന്നതാണ് ഇറാന്റെ പുതിയ നീക്കങ്ങൾ. ഇറാന്റെ വൈദ്യുതി നിലയങ്ങൾ ലക്ഷ്യമിട്ടാൽ വെറും 30 മിനിറ്റിനുള്ളിൽ പശ്ചിമേഷ്യൻ മേഖല മുഴുവൻ ഇരുട്ടിലാകുമെന്നാണ് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി അലി ലാരിജാനി പറഞ്ഞത്. സുരക്ഷിത സ്ഥാനങ്ങൾ തേടി ഓടുന്ന അമേരിക്കൻ സൈനികരെ വേട്ടയാടുവാൻ ഇരുട്ട് അവസരമൊരുക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചു. അതിനിടെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനി രാജ്യത്ത് ഐക്യത്തിന് ആഹ്വാനം ചെയ്തു. ശത്രുരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുവാൻ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽപാതയായ ഹോർമസ് കടലിടുക്ക് അടച്ചിടുമെന്ന് മൊജ്തബ ആവർത്തിച്ചു. അമേരിക്കയിൽ ജൂത സിനഗോഗിന് നേരെ ആക്രമണം. കെട്ടിടത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയ പ്രതിയെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തി. ആക്രമണത്തിൽ ആർക്കും പരിക്കില്ലെന്നും എല്ലാവരും സുരക്ഷിതരെന്നും FBI. അമേരിക്കയിലെ മിഷിഗണിലാണ് ജൂത സിനഗോഗിന് നേരെ ആക്രമണം നടന്നത്. സിനഗോഗിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയ ആക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നു. വാഹനമിടിച്ച് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് പരിക്കേറ്റിരുന്നു. ആക്രമണത്തിൽ ആർക്കും ഗുരുതര പരിക്കില്ലെന്നും എല്ലാവരും സുരക്ഷിതരാണെന്നും FBI അധികൃതർ അറിയിച്ചു. ഡിട്രോയിറ്റ് നഗരത്തിനടുത്ത് 12,000 അംഗങ്ങളുള്ള ടെമ്പിൾ ഓഫ് ഇസ്രായേൽ സിനഗോഗിൽ മാർച്ച് 12 ഉച്ചയോടെയായിരുന്നു സംഭവം നടന്നത്. സിനഗോഗിലെ പ്രൈമറി സ്കൂളിൽ 140ഓളം കുട്ടികളുണ്ടായിരുന്ന സമയത്തായിരുന്നു ആക്രമണം നടന്നത്. ജൂത സമൂഹത്തെ ലക്ഷ്യം വെച്ചുള്ള ആസൂത്രിത ആക്രമണമാണ് നടന്നതെന്നും FBI വ്യക്തമാക്കി. ദേവാലയത്തിന് മുൻവശത്തെ പ്രവേശന കവാടത്തിലൂടെ അക്രമി വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നു. വാഹനത്തിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇയാൾ മിഷിഗണിൽ താമസിക്കുന്ന ലബനൻ വംശജനാണെന്നാണ് പ്രാഥമിക വിവരം. ആക്രമണത്തിന് ഉപയോഗിച്ച വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും ഇയാളുടെ പേരിലാണ്. അക്രമിയുടെ കുടുംബങ്ങളിൽ ചിലർ ബെയ്റൂട്ടിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നതായാണ് പുറത്തുവരുന്ന വിവരം. പരിശോധനയിൽ വാഹനത്തിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നും പ്രതിയുടെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും മിസൈൽ ആക്രമണങ്ങളിലൂടെ ഇറാനുമായി യുദ്ധം ആരംഭിച്ചതിനു ശേഷം ലോകമെമ്പാടുമുള്ള സിനഗോഗുകൾ ജാഗ്രത പാലിക്കുകയും സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബോംബുകളുടെ ശബ്ദം നിലയ്ക്കട്ടെ, ആയുധങ്ങൾ നിശബ്ദമാകട്ടെ, ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്ന സംഭാഷണത്തിനായുള്ള ഇടം തുറക്കട്ടെ എന്ന ലിയോ 14 പാപ്പ. പശ്ചിമേഷ്യയിൽ സമാധാനത്തിലുള്ള അഭ്യർത്ഥന ആവർത്തിച്ച് പാപ്പ. പശ്ചിമേഷ്യയിൽ തുടരുന്ന അതിരൂക്ഷമായ സൈനിക നീക്കങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ലയോ 14 പാപ്പ. ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന ആക്രമണം 9ാം ദിവസവും പിന്നിടുന്ന പശ്ചാത്തലത്തിൽ സമാധാനത്തിനായുള്ള മാർപ്പാപ്പയുടെ അടിയന്തര ഇടപെടൽ. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന ത്രികാലജപ പ്രാർത്ഥനയ്ക്കിടെയാണ് മാർപ്പാപ്പ തന്റെ ആശങ്ക പങ്കുവച്ചത്. അഗാധമായ നിരാശ ഉളവാക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതെന്ന് അനുസ്മരിച്ച പാപ്പ, നിലവിലെ സംഘർഷ സാഹചര്യം ജനങ്ങൾക്കിടയിൽ വിദ്വേഷവും ഭയവും വർദ്ധിപ്പിക്കുകയാണെന്ന്
ഓർമ്മിപ്പിച്ചു. ലെബനൻ ഉൾപ്പെടെയുള്ള മറ്റ് അയൽ രാജ്യങ്ങളിലേക്ക് യുദ്ധം വ്യാപിക്കുന്നത് പശ്ചിമേഷ്യയെ കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്കും നാശത്തിലേക്കും നയിക്കുമെന്ന് പാപ്പ മുന്നറിയിപ്പ് നൽകി. ആയുധങ്ങൾ നിശബ്ദമാകാനും ബോംബുകളുടെ ഗർജനം നിലയ്ക്കാനും ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്ന സംവാദത്തിന്റെ വാതിലുകൾ തുറക്കുവാനുമായി പ്രാർത്ഥിക്കാമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. അവസാനമായി സമാധാനരാജ്ഞിയായ പരിശുദ്ധ മറിയത്തോട് തന്റെ പ്രാർത്ഥന സമർപ്പിക്കുകയാണെന്നും യുദ്ധം മൂലം കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുവാനും അനുരഞ്ജനത്തിന്റെയും പ്രത്യാശയുടെയും പാതകളിലൂടെ ഹൃദയങ്ങളെ നയിക്കുവാനും താൻ പരിശുദ്ധ അമ്മയോട് അഭ്യർത്ഥിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ഒരാഴ്ച മുമ്പ് കഴിഞ്ഞ ഞായറാഴ്ചയിലെ ത്രികാലജപ പ്രാർത്ഥനാവേളയിലും മിഡിൽ ഈസ്റ്റിലെയും ഇറാനിലെയും സ്ഥിതിഗതികളെക്കുറിച്ച് ലയോ 14 പാപ്പ അഗാധമായ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പരസ്പര ഭീഷണികൾ കൊണ്ടോ നാശം, വേദന, മരണം എന്നിവ വിധിക്കുന്ന ആയുധങ്ങൾ കൊണ്ടോ സ്ഥിരതയും സമാധാനവും കെട്ടിപ്പടുക്കാനാവില്ല, മറിച്ച് ന്യായയുക്തവും ആധികാരികവും ഉത്തരവാദിത്വമുള്ളതുമായ ഒരു സംഭാഷണത്തിലൂടെ മാത്രമേ അത് സാധ്യമാകൂ എന്നും പാപ്പ പറഞ്ഞിരുന്നു. സമാധാനം തേടുന്നതിനായി രാഷ്ട്രങ്ങൾ സംഭാഷണത്തിലേക്ക് മടങ്ങിവരണമെന്നും മാർപ്പാപ്പ പ്രാർത്ഥിച്ചു. NBC പോൾ ഫലം പ്രസിദ്ധീകരിച്ചു. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന പൊതുവ്യക്തിത്വം ലിയോ 14 പാപ്പ. രാഷ്ട്രീയ നേതാക്കളെയും മാധ്യമ വ്യക്തികളെയും മറികടന്ന് പാപ്പ ഒന്നാമത്. ലിയോ 14 പാപ്പയുടെ ആത്മീയ നേതൃത്വം അമേരിക്കൻ ജനങ്ങളിൽ സ്വീകാര്യത നേടുന്നു എന്നതിന്റെ തെളിവാണ് ഏറ്റവും പുതിയ NBC സർവേ റിപ്പോർട്ട്. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന പൊതുവ്യക്തിത്വമായി ലയോ 14 പാപ്പ. അമേരിക്കൻ ജനങ്ങളിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയായി പാപ്പ ഉയർന്നതായി പുതിയ ദേശീയ സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പാപ്പയുടെ ആത്മീയ നേതൃത്വത്തിന്റെ സ്വാധീനം ഇന്നും ശക്തമാണെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. NBC ന്യൂസ് മാർച്ചിൽ നടത്തിയ സർവേയിൽ അമേരിക്കയിലെ 1000 രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ അഭിപ്രായങ്ങളാണ് ശേഖരിച്ചത്. ഹാർഡ് റിസർച്ച് അസോസിയേഷനും പബ്ലിക് ഒപ്പീനിയൻ സ്ട്രാറ്റജീസും ചേർന്നാണ് സർവേ നടത്തിയത്. ഫലങ്ങൾ പ്രകാരം 42% പേർ ലയോ 14 പാപ്പയ്ക്കാണ് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയത്. ഇതോടെ 34% നെറ്റ് ഫേവറബിലിറ്റി നേടി പാപ്പ പട്ടികയിൽ ഒന്നാമതെത്തി. പാപ്പയ്ക്ക് പിന്നാലെ പട്ടികയിലെത്തിയവരിൽ ഹാസ്യനടൻ സ്റ്റീഫൻ കോൾബർട്ട്, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, വൈസ് പ്രസിഡന്റ് JD വാൻസ്, കോൺഗ്രസ് അംഗം അലക്സാൻഡ്രിയ ഒക്കാസിയോ കോർട്ടസ്, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്, കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസിയം എന്നിവരുമുണ്ട്. മുൻകാല മാർപ്പാപ്പമാരുടെ ജനപ്രീതിയും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ, ബെനഡിക്ട് 16 പാപ്പ, ജോൺ പോൾ 2 മാർപ്പാപ്പ എന്നിവർ മുൻകാല സർവേകളിലെ കണക്കുകളിൽ ഉൾപ്പെടുന്നു. രാഷ്ട്രീയ ഭിന്നതകൾക്കപ്പുറം പാപ്പയുടെയും സഭയുടെയും ആത്മീയ നേതൃത്വത്തിന് അമേരിക്കൻ സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടെന്ന് ഈ സർവേ വ്യക്തമാക്കുന്നു. വിശ്വാസം, ഐക്യം, ആത്മീയ നേതൃത്വം എന്നിവയെ മുൻനിർത്തിയുള്ള ലയോ 14 പാപ്പയുടെ സന്ദേശം അമേരിക്കൻ ജനങ്ങളിൽ ശക്തമായി പ്രതിഫലിക്കുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു. കത്തോലിക്ക സഭയിൽ എല്ലാവർക്കും സ്ഥാനമുണ്ടെന്നും ആരും സഭയ്ക്ക് പുറത്തല്ലെന്നും ഓർമ്മിപ്പിച്ച് ലിയോ 14 മാർപ്പാപ്പ. സഭയുടെ വാതിലുകൾ എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുകയാണെന്നും ആരെയും മാറ്റി നിർത്തുന്ന സമീപനം സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. മാർച്ച് 11 ബുധനാഴ്ച നടന്ന പൊതു കൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ ഈ പരാമർശം നടത്തിയത്. കത്തോലിക്ക സഭയിൽ എല്ലാവർക്കും സ്ഥാനമുണ്ടെന്നും ആരും സഭയ്ക്ക് പുറത്തല്ലെന്നും ഓർമ്മിപ്പിച്ചു ലയോ 14 മാർപ്പാപ്പ. സഭയുടെ വാതിലുകൾ എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുകയാണെന്നും ആരെയും മാറ്റി നിർത്തുന്ന സമീപനം സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. മാർച്ച് 11 ബുധനാഴ്ച നടന്ന പൊതു കൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. സഭയിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഓരോ ക്രൈസ്തവനും താൻ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ പരിതസ്ഥിതികളിലും സുവിശേഷം പ്രഖ്യാപിക്കാനും സാക്ഷ്യം വഹിക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്നു. സഭ ഒരു കസ്റ്റംസ് ഓഫീസല്ല. പാപികളും പുണ്യവാളന്മാരും രോഗികളും ആരോഗ്യമുള്ളവരും ഉൾപ്പെടെ സകലർക്കും ഇവിടെ ഇടമുണ്ട്, പാപ്പ പറഞ്ഞുവെച്ചു. മനുഷ്യർക്കിടയിൽ വേർതിരിവുകൾ കൽപ്പിക്കാതെ കരുണയുടെയും സ്നേഹത്തിന്റെയും കേന്ദ്രമായി സഭ മാറണമെന്ന ആഹ്വാനത്തോടെയാണ് മാർപ്പാപ്പ തന്റെ സന്ദേശം അവസാനിപ്പിച്ചത്. കത്തോലിക്ക വിശ്വാസിയും 9 മക്കളുടെ പിതാവും പ്രോ ലൈഫ് പ്രവർത്തകനുമായ അന്റോണിയോ കാസ്റ്റ് ഇന്ന് ചിലിയുടെ പ്രസിഡന്റ്. രാജ്യത്തിന്റെ പരമ്പരാഗത മൂല്യങ്ങൾ സംരക്ഷിക്കുമെന്ന ഉറച്ച പ്രഖ്യാപനവുമായാണ് കാസ്റ്റ് ഭരണമേറ്റത്. തന്റെ ജനനവും ജീവിതവും ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണ് എന്ന് കാസ്റ്റ് പറഞ്ഞു. കത്തോലിക്ക വിശ്വാസിയും പ്രോ ലൈഫ് വാക്താവുമായ ഹോസെ ആന്റോണിയോ കാസ്റ്റ് ചിലിയുടെ പ്രസിഡന്റായി 2026 മാർച്ച് 11 ഔദ്യോഗികമായി ചുമതലയേറ്റത്. രാജ്യത്തിന്റെ പരമ്പരാഗത മൂല്യങ്ങൾ സംരക്ഷിക്കുമെന്ന ഉറച്ച പ്രഖ്യാപനവുമായാണ് വലതുപക്ഷ നേതാവായ കാസ്റ്റ് ഭരണമേറ്റത്. 2025 ഡിസംബറിൽ നടന്ന രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിൽ 58.16% വോട്ടുകൾ നേടിയാണ് ആന്റോണിയോ ജയിച്ചു കയറിയത്. തന്റെ രാഷ്ട്രീയ ജീവിതവും ജനനവും ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണെന്നാണ് കാസ്റ്റ് വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ പ്രസവത്തിന് ശേഷം അമ്മ ഇനി ഗർഭം ധരിക്കരുതെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതായിരുന്നു. എന്നാൽ ദൈവത്തിന് അത് ഇഷ്ടമല്ല എന്ന പിതാവിന്റെ ഉറച്ച വിശ്വാസമാണ് താൻ ഉൾപ്പെടെയുള്ള 8 സഹോദരങ്ങളുടെ ജനനത്തിന് കാരണമായതെന്ന് കാസ്റ്റ് ഇപ്പോൾ നന്ദിയോടെ സ്മരിക്കുന്നു. 1966 ജർമ്മൻ കുടിയേറ്റ ദമ്പതികളുടെ 10 മക്കളിൽ ഇളയവനായാണ് ഹോസെ ആന്റോണിയോ കാസ്റ്റ് ജനിച്ചത്. തിരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ പിന്നിലായിരുന്നുവെങ്കിലും രണ്ടാം ഘട്ടത്തിൽ ശക്തമായി തിരിച്ചുവരവാണ് കാസ്റ്റ് നടത്തിയത്. എതിരാളിയായ ജീനറ്റ് ജാരയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 1990 ശേഷം ചിലിയിലെ വലതുപക്ഷത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ വിജയമാണ് കാസ്റ്റ് സ്വന്തമാക്കിയത്. തിന്മ
തിന്മയുടെ ആത്മാവിനെ തോൽപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് സാധിക്കുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വാസികളായ വോട്ടർമാരെ വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നു. 9 മക്കളുടെ പിതാവായ കാസ്റ്റ് കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. തിരക്കുകൾക്കിടയിലും ഭാര്യയോടൊപ്പം ആഴ്ചയിലൊരിക്കൽ സമയം ചിലവഴിക്കുന്ന ഡേറ്റിംഗ് ട്യൂസ്ഡേ എന്ന ശീലം അദ്ദേഹം ജീവിതത്തിൽ പിന്തുടരുന്നുണ്ട്. രാജ്യത്തെ കുടുംബ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ തന്റെ ഭരണകാലത്തുണ്ടാകുമെന്ന് കാസ്റ്റ് സൂചിപ്പിച്ചു. ചിലിയിലെ കത്തോലിക്ക മെത്രാൻ സമിതി കാസ്റ്റിന്റെ വിജയത്തെ അഭിനന്ദിച്ചപ്പോൾ കുടിയേറ്റക്കാർക്കെതിരെ സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകളിൽ സഭയിലെ തന്നെ ചിലർ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ചിലിയുടെ പ്രസിഡന്റായി കഴിഞ്ഞുള്ള ഹോസെ അന്റോണിയോ കാസ്റ്റിന്റെ പ്രാർത്ഥന സാമൂഹ്യ മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര തലത്തിലും ഏറെ ശ്രദ്ധേയമായിട്ടുണ്ട്. ദൈവം ചിലിയെ അനുഗ്രഹിക്കട്ടെ, ദൈവം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ, നീതിയോടെ ഭരിക്കുവാനുള്ള ജ്ഞാനവും ആവശ്യമുള്ളപ്പോൾ പ്രവർത്തിക്കുവാനുള്ള ശക്തിയും എപ്പോഴും നമ്മുടെ ജനങ്ങളെ സേവിക്കുവാനുള്ള വിനയവും ദൈവം നമുക്ക് നൽകട്ടെ. തന്റെ പ്രസംഗത്തിന്റെ അവസാനം പ്രസിഡന്റ് കാസ്റ്റ് നടത്തിയ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു. അധികാരമേൽക്കുന്നതിന് മുന്നോടിയായി അദ്ദേഹം സാന്റിയാഗോ മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു. വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറം രാജ്യത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുവാൻ ദൈവികമായ മാർഗനിർദ്ദേശം അനിവാര്യമാണെന്ന് അദ്ദേഹം തന്റെ സന്ദേശത്തിൽ വെളിപ്പെടുത്തി. യുഎസിൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ചേക്കേറാൻ ഒരുങ്ങി ആയിരങ്ങൾ. വലിയ നോമ്പിലെ ഈസ്റ്റർ വിജിൽ തിരുക്കർമ്മങ്ങളിലൂടെ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച് സഭാമക്കളാകാൻ തയ്യാറെടുക്കുകയാണ് യുഎസിലുടനീളമുള്ള രൂപതകളിലെ ആയിരക്കണക്കിന് സ്നാനാർത്ഥികൾ. യുഎസിൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ചേക്കേറാനൊരുങ്ങി ആയിരങ്ങൾ. വലിയ നോമ്പിലെ ഈസ്റ്റർ വിജിൽ തിരുക്കർമ്മങ്ങളിലൂടെ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച് സഭാമക്കളാകാൻ തയ്യാറെടുക്കുകയാണ് യുഎസിലുടനീളമുള്ള രൂപതകളിലെ ആയിരക്കണക്കിന് സ്നാനാർത്ഥികൾ. യുഎസിലുടനീളമുള്ള രൂപതകളിലായി ഈ വർഷത്തെ ഉയർപ്പ് തിരുക്കർമ്മങ്ങളിൽ ആയിരക്കണക്കിന് പേരാണ് കത്തോലിക്ക സഭാ പ്രവേശനത്തിനായി ഒരുങ്ങുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന ഫലമായി രാജ്യത്തുടനീളം വ്യാപിക്കുന്ന അഭൂതപൂർവമായ ക്രൈസ്തവ വിശ്വാസ തരംഗത്തെക്കുറിച്ച് കാത്തലിക് ഇൻഫ്ലുവൻസർ സച്ചിൻ ജോസ് ഏട്ടിയിൽ പ്രസിദ്ധീകരിച്ച സമീപകാല പോസ്റ്റുകൾ അത്ഭുതാവഹമാണ്. ജോർജിയയിലെ അറ്റ്ലാന്റ രൂപതയിൽ 3442 പേരും വാഷിംഗ്ടൺ അതിരൂപതയിൽ 1755 പേരും കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കാൻ ഒരുങ്ങുന്നു. ന്യൂജേഴ്സിയിലെ ന്യൂയോർക്ക് അതിരൂപതയിൽ 1701 പേർ വിശ്വാസത്തിലേക്ക് കടന്നുവരാൻ ഒരുങ്ങുന്നു. ഒക്ലഹോമ സിറ്റി അതിരൂപത, മിസോറിയിലെ സെയിന്റ് ലൂയിസ് അതിരൂപത, തുൾസ രൂപത, ക്ലീവ്ലാൻഡ് രൂപത എന്നിവിടങ്ങളിൽ നിന്ന് ഏകദേശം 1000 പേർ വീതം ഈസ്റ്റർ വിജിലിൽ കത്തോലിക്ക സഭയിൽ അംഗങ്ങളാകും. ഫ്ലോറിഡ സംസ്ഥാനത്തുടനീളമുള്ള വിവിധ രൂപതകളിലായി ആകെ 3235 പേരും അരിസോണയിലെ ഫീനിക്സ് രൂപതയിൽ നിന്നും ഒരിഗോണിലെ പോർട്ട്ലാൻഡ് അതിരൂപതയിൽ നിന്നും ഈ ഈസ്റ്ററിന് 1600-ലധികം പേർ കത്തോലിക്ക സഭയിൽ അംഗങ്ങളാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാലിഫോർണിയയിലെ സാന്റിയാഗോ രൂപതയിൽ നിന്ന് 1846 പേരും ടെക്സസിലെ ഫോർട്ട് വർത്ത് രൂപതയിൽ നിന്നും 1550 പേരും കത്തോലിക്ക സഭയിലേക്ക് കടന്നുവരാൻ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിലെ പങ്കാളി, ഇറാനിയൻ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകളുടെ ഇര. ഇറാനിയൻ സേനയുടെ വെടിയുണ്ടകൾ ശരീരത്തിൽ തുളച്ചുകയറി മരണത്തെ മുഖാമുഖം കണ്ട ആൾ. 4 ശസ്ത്രക്രിയകൾക്ക് ശേഷവും അബ്ദിൻ എന്ന ഇറാനിയൻ ക്രൈസ്തവ പൗരൻ പോരാട്ടത്തിലാണ്. സ്വന്തം മണ്ണിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കാളിയായ ഒരു ക്രിസ്ത്യൻ പ്രതിഷേധക്കാരൻ. പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്ന ഇറാന്റെ നടപടിയിൽ ഭരണകൂടം വെടിവെച്ച് കൊലപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ അയാളുമുണ്ടായിരുന്നു. എന്നാൽ ഒരു തുണ്ട് ജീവൻ അവശേഷിച്ചു. പിന്നീട് 4 ശസ്ത്രക്രിയകൾ. ഇപ്പോഴും പോരാട്ടത്തിലാണ് ഇറാനിയൻ ക്രൈസ്തവനായ അബ്ദിൻ. ഇപ്പോൾ അദ്ദേഹം അർമേനിയയിലാണ് താമസിക്കുന്നത്. ഇസ്ലാമിക ഭരണകൂടം തകർന്നു കഴിഞ്ഞാൽ അദ്ദേഹവും മറ്റ് ഇറാനിയൻ വിശ്വാസികളും നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസം, പ്രത്യാശ, മാറ്റത്തിന്റെ സന്ദേശം എന്നിവ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന അവരുടെ ദൗത്യവുമായി അബ്ദിൻ തന്റെ കൈ പതുക്കെ ഉയർത്താൻ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ശരീരത്തിലെ മുറിവുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇറാനിയൻ സേനയുടെ വെടിയുണ്ടകൾ ശരീരത്തിൽ തുളച്ചുകയറിയ ദിവസത്തിന്റെ ശാശ്വത ഓർമ്മപ്പെടുത്തലായി. ജീവന് നേരെ ഒരു വധശ്രമം നടന്നു. ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ച എല്ലാവരോടുമൊപ്പം ഞാനും തെരുവിലായിരുന്നു, അദ്ദേഹം ഓർമ്മിക്കുന്നു. വർദ്ധിച്ചുവരുന്ന പെട്രോൾ വിലയിലും വർഷങ്ങളായി നിലനിൽക്കുന്ന അഴിമതിയും അസമത്വവും കാരണം ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി. പതിറ്റാണ്ടുകളായി രാജ്യത്തിന്റെ എല്ലാ സമ്പത്തും കൈക്കലാക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു പിടി ഭരണാധികാരികൾ. സമൂഹത്തിൽ നിലനിന്നിരുന്ന അടിച്ചമർത്തലിനും വിവേചനത്തിനും നേരെ ഞങ്ങൾ പ്രതിഷേധിച്ചു. ജനങ്ങളുടെ വേദനയും കഷ്ടപ്പാടും അവർ ശ്രദ്ധിക്കുന്നില്ല, അബ്ദിൻ പറയുന്നു. സ്വാതന്ത്ര്യത്തിനും സാധാരണ ജീവിതത്തിനും സമൃദ്ധിക്കും സുരക്ഷയ്ക്കും വേണ്ടിയാണ് ഞങ്ങൾ പോരാടുന്നത്. ഓരോ മനുഷ്യനും ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനമായ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഒടുവിൽ അബ്ദിൻ അർമേനിയയിലേക്ക് പലായനം ചെയ്തു. അവിടെ ഒരു ചെറിയ ഇറാനിയൻ പള്ളി കണ്ടെത്തി. താൻ അർമേനിയയിലെത്തിയപ്പോൾ തന്റെ മാനസികാവസ്ഥ മോശമായിരുന്നുവെന്നും ആ സമയത്ത് തനിക്ക് സമാധാനം നൽകുവാൻ കഴിയുന്ന ഒരേയൊരു സ്ഥലം ആ പള്ളി മാത്രമായിരുന്നുവെന്നും അബ്ദിൻ പങ്കുവച്ചു.
അവിടെയുള്ള പല ഇറാനിയൻ വിശ്വാസികളും രാഷ്ട്രീയ മാറ്റം ഒരു ദിവസം അവരെ വീട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ദൗത്യം വ്യക്തിപരമായതാണ്. ഒരു പ്രതിഷേധക്കാരനായല്ല, വിശ്വാസത്തിന്റെ സന്ദേശവാഹകനായി വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. ഇതെനിക്ക് സംഭവിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്, കാരണം ഇത് വിലമതിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ജനങ്ങൾക്കും അവരുടെ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു ഇത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊന്നും ഉണ്ടാകില്ല, അപ്റ്റിൻ നിറഞ്ഞ സന്തോഷത്തോടെ പങ്കുവച്ചു. നൈജീരിയയിലെ ഗോസയിലെ ക്രൈസ്തവ ഗ്രാമം പിടിച്ചടക്കി ബൊക്കോ ഹറാം തീവ്രവാദികൾ. ആക്രമണം മൂലം നിരവധി ഗ്രാമവാസികൾ പലായനം ചെയ്തതായി ട്രൂത്ത് നൈജീരിയ റിപ്പോർട്ട്. ആക്രമണത്തിൽ 44ഓളം സൈനികർ കൊല്ലപ്പെട്ടതായാണ് പ്രാഥമിക നിഗമനം. നൈജീരിയയിലെ ഗോസയിലെ മറ്റൊരു ക്രൈസ്തവ ഗ്രാമം കൂടി പിടിച്ചടക്കി ബൊക്കോ ഹറാം തീവ്രവാദികൾ. കഴിഞ്ഞ ബുധനാഴ്ച കാലത്ത് നടന്ന അക്രമത്തിൽ നിരവധി ക്രൈസ്തവരായ ഗ്രാമവാസികളാണ് സുരക്ഷിത സ്ഥലം തേടി കാമറൂണിലേക്ക് പലായനം ചെയ്തത്. നൈജീരിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ബൊക്കോ ഹറാമും ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രവിശ്യയും സംയുക്തമായി നടത്തിയ ആക്രമണങ്ങളിൽ തീവ്രവാദികൾ ഒരു സൈനിക താവളം പിടിച്ചെടുക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തതായി ട്രൂത്ത് നൈജീരിയ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ബൊക്കോ ഹറാം നടത്തിയ ആക്രമണത്തിൽ 44ഓളം സൈനികർ കൊല്ലപ്പെട്ട ായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം അക്രമത്തിൽ നിരവധി ക്രൈസ്തവരായ ഗ്രാമവാസികൾക്ക് ജീവൻ നഷ്ടമാവുകയും പരിക്കേൽക്കുകയും ചെയ്തു. പട്ടണത്തിലെ സർക്കാർ സൈന്യം പോലും ബൊക്കോ ഹറാം തീവ്രവാദികളെ ഭയന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഗ്രാമത്തിൽ നടന്ന വെടിവെപ്പ് വളരെ ഭീകരമായിരുന്നു. കാമറൂണിൽ അഭയം പ്രാപിച്ച ഗ്രാമവാസികൾ ട്രൂത്ത് നൈജീരിയയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: തങ്ങൾക്ക് സ്വന്തമായുള്ള മണ്ണിൽ പോലും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാതെ തുരത്തപ്പെടുന്ന നിരാലംബരായ ക്രൈസ്തവ സമൂഹത്തിന് നിലവിളിയാണ് നൈജീരിയയിൽ നിന്നും ഉയരുന്നത്. മതരാഷ്ട്രമെന്ന പ്രത്യാശാസ്ത്രവുമായി ക്രൈസ്തവ ഗ്രാമങ്ങളെ കടന്നാക്രമിക്കുകയും യാതൊരുവിധ ദയാദാക്ഷിണ്യവും കൂടാതെ ക്രൈസ്തവരായ നിഷ്കളങ്കരും നിരായുധരുമായ മനുഷ്യരെ കൊന്നൊടുക്കുകയുമാണ് രാജ്യത്തെ മത തീവ്രവാദ സംഘടനകൾ. ബോർണോ സംസ്ഥാനത്തെ ഗ്വാസ എൽജിയയിലെ എൽഗോഷയിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം അക്രമികൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 300ഓളം താമസക്കാരെ തട്ടിക്കൊണ്ടുപോയതായും കലാപകാരികൾ സിവിലിയൻ വാസസ്ഥലങ്ങൾ ആക്രമിച്ചതായും എറൈസ് ന്യൂസും റിപ്പോർട്ട് ചെയ്തു. ഷെക്കീൻ അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.